എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയുടെ ബാക്കിയായിട്ടാണ്, അതായത് അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഡോക്ടർ മുരളീകൃഷ്ണ എഴുതിയ മരണത്തിനപ്പുറം ജീവിതമുണ്ടോ എന്ന പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഞാൻ കോട്ട് ചെയ്തിടുന്നത്. അതിനോടൊപ്പം തന്നെ ഉപനിഷത്തിൽ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് താരതമ്യം ചെയ്തു കമ്പയർ ചെയ്തപ്പോൾ ഏതാണ്ട് 100% ശരിയാകത്തക്ക രീതിയിലാണ് ഡോക്ടർ മുരളീകൃഷ്ണ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർ മുരളീകൃഷ്ണ എന്ന് പറയുന്ന ഒരു ആയുർവേദ ഡോക്ടറോ ഒരു ഹോമിയോ ഡോക്ടറോ ഒന്നുമല്ല. അദ്ദേഹം MBBS പഠിച്ച് അതിനപ്പുറത്തേക്ക് കടന്നൊരു സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലം എന്ന് പറയുന്നത് ഈ ഒരു തലത്തെക്കുറിച്ച്, അതായത് ഒരു വ്യക്തിയിൽ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഒരു ആസ്ട്രൽ ബോഡിയെക്കുറിച്ച് ഉള്ള ഒരു ചിന്തനം, ഒരു എക്സ്പെരിമെൻ്റ് അദ്ദേഹം പല ബുക്കുകൾ പഠിച്ചതിന് ശേഷം ചെയ്യുകയും ആ ബുക്കുകളിലെല്ലാം അദ്ദേഹത്തിന് കിട്ടിയ അറിവ് ഏതാണ്ടൊക്കെ ശരിയാണെന്ന് അദ്ദേഹത്തിന് തോന്നിക്കൊണ്ടാണ് ഈ പുസ്തകം എഴുതി. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ലോ, ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അനുഭവിക്കുന്ന ഒരു തലം വരും, നമ്മുടെ ശരീരം വിട്ടുകഴിയുന്നുണ്ട്. അതാണ് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശരീരത്തിൽ നിന്നും ഒരു സൂക്ഷ്മ ശരീരം വേർപെട്ട് പോകുമ്പോഴുണ്ടാകുന്ന സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനകത്ത് വ്യക്തമായിട്ട് അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതും കൂടി കൂട്ടി വായിക്കണം. അതായത് ഉപനിഷത്തും ഈ പുസ്തകത്തിലെ കാര്യം കൂടി കൂട്ടി വായിക്കുമ്പോഴേ ഏതാണ്ട് ശരിയാകത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ ഇത് സത്യമാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു സൂക്ഷ്മ ശരീരം, അതായത് ഒരു സബ്റ്റിൽ ബോഡി ശരീരത്തിൽ നിന്നും പുറത്തായി കഴിഞ്ഞതിന് ശേഷമുള്ള അസ്വസ്ഥതയാണ് ആദ്യം പറയുന്നത്. ഒരു വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുമെന്ന് പറയുന്നത് ശരിയല്ലേ? കാര്യം ഇത്രയും നാൾ നമ്മൾ സ്ഥൂലത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടിയ ആ ഒരു സന്തോഷവും സമാധാനവും, അതായത് സുഖവുമെല്ലാം നമ്മൾ പുറത്തു പോയി കഴിയുമ്പോൾ ഇത് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ, താൻ പെട്ടെന്ന് ഒന്നിൽ നിന്ന് മറ്റേ ഒരു തലത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ, ബോഡി ഇല്ലാത്ത തലത്തിലേക്ക് മാറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത നമ്മൾക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അത് ഞാനിവിടെ ഒന്നുകൂടെ വിവരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഏതൊരു ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരം വേർപെട്ട് പോകുമ്പോൾ ആ ശരീരത്തിൽ തനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ പറയുന്നത്. അസ്വസ്ഥത ഉണ്ടാവും. ഇതെങ്ങനെയെല്ലാം സംഭവിച്ചു എന്നൊരു തോന്നലുണ്ടാവും. ഇവിടെ മരണം എന്ന് പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, പക്ഷെ അനുഭവിച്ചറിഞ്ഞില്ല. അനുഭവിച്ചറിയുന്ന സമയത്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാവും. അപ്പോൾ വിഭ്രാന്തി ഉണ്ടാവും. അയ്യോ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, അയ്യോ എനിക്ക് എന്ത് പറ്റി എന്നുള്ളൊരു വിഭ്രാന്തി ഉണ്ടാവും. ഇത് കേൾക്കുന്നവർ വ്യക്തമായിട്ടും ധരിക്കേണ്ട ആവശ്യമുണ്ട്. മരണം എല്ലാവർക്കും ഉള്ളതാണ്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരറിവ് നമ്മളിൽ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഈ മരണം കഴിഞ്ഞതിന് ശേഷം ഈ തലയ്ക്കകത്ത് കയറ്റി കഴിഞ്ഞാൽ ഈ വിഭ്രാന്തി കുറേയൊക്കെ ഒട്ടുമുക്കാലും മാറിക്കിട്ടാൻ സഹായിക്കും. അപ്പോൾ ഒരു കാഴ്ചക്കാരനെ പോലെ സ്വന്തം ശരീരത്തെ, അതായത് സ്വന്തം ശവത്തെയും ബന്ധുക്കളെയും പിന്നെ അനന്തര നടപടികൾ എന്തൊക്കെയാണ്, കർമ്മങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതിനൊക്കെ നോക്കി നിൽക്കേണ്ട ഒരു നിസ്സഹായ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ആലോചിച്ച് നോക്കി, തൻ്റെ ബന്ധുക്കളും മറ്റുള്ളവരുമൊക്കെ അതിനെ ഇങ്ങനെ ആ ബോഡിയെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതായത് ബന്ധുജനങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവരുണ്ടാവും, ചിരിക്കുന്നവരുണ്ട്. കൂടെ മരിക്കണമെന്ന് ആഗ്രഹിച്ചാണെങ്കിൽ നിങ്ങളോട് ശത്രുവായി എന്നാണെങ്കിൽ പറയും, എന്നാൽ തട്ടിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഉൾച്ചിരി ഇരിക്കുന്ന ആളുകൾ കാണും. അതുപോലെ തന്നെ അശ്രാന്ത പരിശ്രമം ഡോക്ടർ ചെയ്യുന്നു, ഇന്ന് എങ്ങനെയെങ്കിലും തിരിച്ചൊന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആ തലത്തെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ എനർജി ബോഡി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബാഹ്യമായ അവയവങ്ങളൊന്നും തന്നെയല്ല. അവിടെ മൂക്കോ കണ്ണോ വായോ നാക്കോ ചെവിയോ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഇതെല്ലാം ഉണ്ട്. നമുക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, സംവദിക്കാൻ മാത്രം സാധിക്കുന്നില്ല, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ചിന്തകളിൽ കൂടി ഫോർത്ത് ഡൈമെൻഷനുള്ള ഒരു വ്യക്തിയിലേക്ക് നമ്മുടെ ചിന്തകളെ അയക്കാനും അവിടെ നിന്നും സംവേദനത്തിലൂടെ ആ വ്യക്തിയിൽ കൂടി റിപ്ലൈ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പം താൻ എല്ലാവരിൽ നിന്നും മാറിപ്പോയി എന്നുള്ളത് ആ ഒരു വിഭ്രാന്തിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം കുറേ നേരം കഴിയുന്നുണ്ട് നമുക്ക് തോന്നും ഒന്ന് മടങ്ങിപ്പോയാൽ എന്തായിരിക്കും, ആ സുഖങ്ങളെല്ലാം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് മടങ്ങിപ്പോകാനുള്ള ശ്രമം നടത്തും.
ഈ പ്രയത്നമെന്ന് പറഞ്ഞാൽ വളരെയധികം സമയം നടത്തുന്നതായിട്ടാണ് അറിഞ്ഞു വരുന്നത്. എങ്ങനെയെങ്കിലും ശരീരത്തിൽ തിരിച്ചു കയറി പറ്റാനുള്ള ശ്രമം, പക്ഷെ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നിസ്സഹായത ഉണ്ടാവുന്നത്, കയറാൻ പറ്റാത്ത ദുഃഖം ഉണ്ടാവും. മനസ്സുള്ളപ്പോൾ ദുഃഖം ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ വേറൊരു വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എവിടൊക്കെ ഈ ബോഡി ഇരിക്കുന്നോ അവിടെല്ലാം ഈ സൂക്ഷ്മ ശരീരം നിലനിൽക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കഴിവതും നമുക്കറിയാതാണ് കൊണ്ട് വെക്കുന്നത്. മോർച്ചറിയിൽ കൊണ്ട് ബോഡി വെക്കരുതെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ ഇതുപോലെ എന്തുമാത്രം ആത്മാക്കൾ കാണും, എന്തുമാത്രം ബോഡികൾ കാണും, അവിടെ എല്ലാം ഈ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് സ്വന്തം ഭവനത്തിൽ തന്നെ വെച്ച് എത്രയും പെട്ടെന്ന് ആ ശവശരീരത്തെ ഇല്ലാതാക്കണം എന്ന് പറയും, ഭസ്മമാക്കി കളയണമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. 3 മണിക്കൂറിനുള്ളിൽ ഇതിനെ ദഹിപ്പിക്കാൻ പറഞ്ഞു. 3 മണിക്കൂർ കഴിഞ്ഞാൽ വെച്ചേക്കരുതെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഈ സൂക്ഷ്മ ശരീരത്തിനുണ്ടാകുന്ന നിസ്സഹായത തുടർന്നുകൊണ്ടേയിരിക്കും, നമുക്ക് കാണാൻ പറ്റത്തില്ല. എല്ലാവരും അറിയേണ്ട ഒരു കാര്യമായിട്ടാണ് ഇത് പ്രത്യേകം പറയുന്നത്. പിന്നെയാണ് സ്വന്തം തനിക്കൊരു ശരീരം, സൂക്ഷ്മ ശരീരം ഉണ്ടെന്നുള്ളത് തെളിഞ്ഞു വരുമ്പോൾ ആ ബോധം ഉണ്ടാവും. അത്രയും നേരം ഒരു വിഭ്രാന്തിയിലാണ് ഇതെന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ തൻ്റെ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് ആ ബോഡിക്ക് ഉണ്ടാവുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുന്ന പറഞ്ഞാൽ, കുറേ സമയം നിന്ന് കഴിയുന്ന മനസ്സിലാവും തനിക്ക് ആ ശരീരമല്ലാതെ വേറൊരു ശരീരം ഉണ്ടെന്നുള്ള അറിവ് ഉണ്ടാവും. ഇതൊരു സാധാരണക്കാരൻ മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. എന്നാൽ യോഗീതലത്തിലേക്ക് ഉയർന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ജീവിച്ചിരിക്കെ തന്നെ ആ വ്യക്തിയുടെ സൂക്ഷ്മശരീരം വ്യക്തമായിട്ടും അറിയാനും കഴിയാനും ആ വ്യക്തിക്ക് സാധ്യമാകും. അങ്ങനെയുള്ള വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ മരണഭയം ഉണ്ടാകുന്നില്ല, വിഭ്രാന്തി ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഭാരതത്തിലെ ദർശനങ്ങളിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത് എല്ലാവരും ഇതിനെ അറിഞ്ഞേ പോകാവൂ എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ധ്യാന മനനാദികളിലൂടെ ഈ ഒരു സംഭവത്തെ നമ്മൾ അറിഞ്ഞു പോകണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഇത് അറിഞ്ഞു പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് വിഭ്രാന്തി ഇല്ലാതെ മരണത്തെ വരിക്കാൻ സാധിക്കത്തുള്ളൂ. മരണത്തെ വരിക്കാനാണ് പറയുന്നത്. അതായത് മരണത്തെ നമ്മൾ ഉൾക്കൊള്ളാനാണ് പറയുന്നത്, നേരത്തെ ഉൾക്കൊള്ളാനാണ് പറയുന്നത്. അത് പക്ഷെ നമ്മൾ ചെയ്യത്തില്ല. എന്താ കാരണം? അതിനോട് പേടിയാണ് നമുക്ക്. അപ്പം ഈ സാവധാനത്തിൽ നമുക്കൊരു ബോഡി, ഒരു എനർജി ബോഡി ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ആ ഒരു നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകലാൻ തുടങ്ങും. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ളതല്ല സ്ഥൂല ശരീരത്തിൽ നിൽക്കുന്നവരാണ്, നമ്മളൊരു സൂക്ഷ്മ ശരീരമായി മാറി എന്നും തനിക്ക് എന്തൊക്കെ പറ്റിയിട്ടുണ്ടെന്നുള്ള ആ ബോധം തെളിഞ്ഞു വരും. അപ്പം ഇത് ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു തലമാണ്. അപ്പോൾ എന്ത് പറ്റി? ഈ ഒറ്റപ്പെടൽ ഉണ്ടാകുന്ന സമയത്ത് മനസ്സ് കലുഷിതവും. മനസ്സുണ്ട് ഇവിടെ 17 കൂട്ടം കാര്യമാണ് പോകുന്നത്, ഇപ്പം ഞാൻ പറയുന്നില്ല. അത് മനസ്സുണ്ട്. അപ്പം പതുക്കെ തനിക്കൊരു സൂക്ഷ്മ ശരീരം ഉണ്ടെന്നുള്ളതും താൻ അവരിൽ നിന്നൊക്കെ അകർന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നിക്കഴിയുമ്പം ആദ്യത്തെ ഒരു ശൂന്യതയാണ് ഉണ്ടാകുന്നത്. ആ ബോധത്തിൽ നിന്നും മോചനം കിട്ടാൻ കുറേ സമയമെടുക്കും. പിന്നെന്താവും? അകലങ്ങളിൽ നിന്നും അപരിചിതമായ രൂപങ്ങൾ തന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പിന്നെ അടുത്തൊക്കെ വരും തന്നെ രൂപങ്ങൾ. ഈ ഇവിടുന്ന് പോയതൊക്കെ എന്ന് പറയുന്നത് ഈ അന്തരീക്ഷത്തിൽ കിടക്കുക, അവിടെ തന്നെയുണ്ട്. ഏറിയ കൂറ് ഇവിടൊക്കെ തന്നെയാണ്. നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ സംസ്കാരവും കൊണ്ട് കർമ്മങ്ങളെ ഇല്ലാതാക്കാൻ പറ്റാത്തത് കൊണ്ട് എങ്ങോട്ട് പോകാനാണ്? ഇവിടൊക്കെ അലഞ്ഞു കിടക്കുകയാണ് നടക്കുന്നത്. അപ്പോൾ അത് അടുത്ത് വരാൻ തുടങ്ങും. അവർ രൂപങ്ങൾ അതിനെന്താ സഹായിക്കാൻ വേണ്ടി വരുവാണ് സത്യത്തിൽ. അതായത് നമ്മുടെ അടുത്തേക്ക് മറ്റു രൂപങ്ങൾ സഹായിക്കാനും ആശ്വസിപ്പിക്കാനുമായി എത്തിച്ചേരുന്നു. നോക്കി നിൽക്കെ മരിച്ചുപോയ ബന്ധുക്കളുടെയും അതുപോലെ സുഹൃത്തുക്കളുടെയും ആത്മാക്കൾ ആശ്വാസവചനങ്ങളുമായി അടുത്തെത്തുന്നു. അവർക്ക് ഒപ്പം അത്ഭുതകരമായ ഓജസ്സുള്ള ഒരു വിചിത്ര ആത്മാവ് മുന്നിലെത്തുന്നു പറയുന്നു. ഇതാണ് ഈശ്വര സങ്കല്പത്തിൻ്റെ പ്രധാനം. ഈശ്വരനല്ല വരുന്നത്, അതൊരു പ്രകാശം പോലെ നമ്മളുടെ അടുത്തെത്തിക്കും. കാര്യം ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഒരു ജീവൻ അതിൻ്റെ അടുത്തേക്ക് അതായത് ഏറ്റവും കൂടുതൽ ഒരു ദേവശക്തി പോലെ നമ്മുടെ അടുത്തേക്ക് ഒരു രൂപം എത്തിച്ചേരുന്നു എന്ന് പറയുന്നു. മതഗ്രന്ഥങ്ങളിലും ആചാരവിചാരങ്ങളിലുമൊക്കെ നേരത്തെ തന്നെ കണ്ടുമുട്ടിയിരുന്ന ഒരു രൂപം, അരൂപിയായ ഒരു വിചിത്ര ആത്മാവ്, ദിവ്യമായ ആത്മാവിൻ്റെ ആ വരവിനെ ഒപ്പം പ്രകാശത്തിൻ്റെ നേർത്ത രേഖകളും ആദ്യം കാണപ്പെടുന്നു. ചെറുതായി തെളിയുന്ന ആ പ്രകാശരേഖകൾ നിമിഷങ്ങൾക്കകം വലുതാകും. ചെറുതായി വരുന്നതെല്ലാം വലുതായി കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചമായി പടരുന്നു. അജ്ഞാതനായ ദിവ്യാത്മാവ് മുന്നിൽ വന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്നു എന്ന് പറയുന്നു. നാം ചെയ്ത കർമ്മങ്ങളെയാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്നും അതെനിക്ക് കാണിച്ചു തരാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ചോദ്യം ചെയ്തതിന് ശേഷം ആത്മാക്കൾക്കൊപ്പം
അപരിചിതമായ ഏതോ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതായി ഉള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നു. ആ സഞ്ചാരം വിചിത്രമായ ഒരു അതിർത്തി പ്രദേശത്തേക്കാണ് ചെല്ലുന്നതെന്ന് പറയുന്നു. അതിനപ്പുറത്ത് സുന്ദരവും വിസ്മയകരവുമായ മറ്റൊരു അത്ഭുത ലോകം ദൃശ്യമാകുന്നു. അങ്ങോട്ട് കടക്കാനുള്ള വഴി തടയുന്ന ജലാശയമോ മൂടൽ മഞ്ഞുപാളികളോ വേലിക്കെട്ടുകളോ അതിർവരമ്പുകളോ ഒക്കെ ദൃശ്യമായിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ നരകം എന്നൊക്കെ ഇവിടെ പറയുന്നതിൻ്റെ ഒരു ദൃശ്യാവിഷ്കരണം പോലെയാണ് ഇവിടെ കാണുന്നത്. നരകം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അതിനകത്തിൽ. പക്ഷെ ഈ ആത്മാക്കൾക്ക് കടന്നു പോകാൻ അതിൻ്റെ പുണ്യങ്ങൾ എന്തുമാത്രമാണോ ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് അതിന് ആ ഭാഗത്തേക്ക് കടന്നു ചെല്ലാൻ സാധ്യമാകത്തുള്ളൂ. അത് കടന്നു വേണം അപ്പുറത്തെത്താൻ. അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേഗം അപ്പുറത്ത് കടക്കണം എന്നുള്ള തോന്നലാണ്, ആ മോഹിപ്പിക്കുന്ന ഒരു തോന്നൽ നമുക്കുണ്ട്. ഒരു മാസ്മര ലോകമാണ് അതിരുകൾക്ക് അപ്പുറം ഉള്ളതെന്ന് പറയുന്നുണ്ട്. പോയവർ തിരിച്ചു വന്നവരാണ് പറയുന്നത്, അവർക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെ മാടി വിളിക്കുന്നതായിട്ട് തോന്നും. അങ്ങോട്ട് കടത്തിവിടുന്ന പ്രാർത്ഥനയുമായി അതിർത്തിയിൽ അവസരം കാത്ത് ഉദ്യോഗത്തോടെ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. എത്ര നാൾ ഒതുങ്ങി നിൽക്കണം എന്നുള്ള അറിയില്ല. തിരിച്ചു പോരലിന് സമയമാകുമ്പോൾ അങ്ങോട്ട് കടക്കാൻ പറ്റാതെ തിരിച്ചൊരു ശരീരത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ അതും ഇതിനപ്പുറത്തേക്കുള്ള ഇത് നടക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നാം ശരീരത്തിൽ നിന്നും വിട്ടുപോയതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇത് രണ്ടാം ഭാഗമാണ്. അടുത്ത ഭാഗം ഇനിയും മൂന്നാം ഭാഗത്തിലേക്ക് കടക്കാം. ഉദ്യോഗത്തോട് നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ സാധ്യമല്ലാത്ത അവസ്ഥയായതുകൊണ്ട് സത്യാവസ്ഥ സാധ്യമാകുന്നതിന് വേണ്ടി മെഡിറ്റേഷൻ ശീലിക്കുകയും വേണം. മെഡിറ്റേഷൻ്റെ ആ തലത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പ്രപഞ്ചം കാണാൻ സാധിക്കും എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയുടെ നിർത്താം. നമസ്കാരം.